മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഡിറ്റർമിനന്റ് തന്നിട്ടുള്ളത്, അതായത് മെട്രിക്സ് ഉള്ളത് A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പം ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഫസ്റ്റ് റോക്ക് അലോങ് ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ്. അപ്പം അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റത്തെ എലമെന്റിനെ കൺസിഡർ ചെയ്യുക, A11നെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് -1 ഇതിന്റെ സഫിക്സ് ആണ് 11 എന്ന് പറയുന്നത്, അത് തമ്മിൽ ആഡ് ചെയ്തതാണ് ഈ -1 എന്ന് എഴുതിയിട്ടുള്ളത്. ഇൻറ്റു എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ എലമെന്റ് എഴുതുക. ഇനി ഈ ഫസ്റ്റത്തെ എലമെന്റ് എഴുതുക. ഇനി അടുത്തത് ഒരു മെട്രിക്സ് ആണുള്ളത്, അതായത് ഈ A11ന് നേരെയുള്ള റോയും അതിന് നേരെയുള്ള കോളവും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി വരുന്ന 4 എലമെന്റ്സ് ആണുള്ളത്. ഈ 4 എലമെന്റ്സിനെ ഒരു ഡിറ്റർമിനന്റ് ആക്കുക. ആ ഡിറ്റർമിനന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതായത് A12 എന്ന് പറയുന്ന എലമെന്റിനെ കൺസിഡർ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, -1 അതിൻ്റെ 1+2 ആണ്, -1 ചെയ്യുക. ആൻഡ് A12 ആ സെക്കൻഡ് എലമെന്റ് എഴുതുക. ഇനി ഈ A12ന് നേരെ വരുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ഇനി അതിൽ ബാക്കി വരുന്ന 4 എലമെന്റ്സ് ആണുള്ളത്, അതായത് A21, A31, A23, A33 എന്ന് പറയുന്ന 4 എലമെന്റ്സ്. അതിവിടെ ഒരു ഡിറ്റർമിനന്റ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് റോയിലെ മൂന്നാമത്തെ എലമെന്റിനെ കൺസിഡർ ചെയ്യുന്നു. A13 എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ എലമെന്റ്. ഇനി ഇത് -1 എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, 1+3 എന്ന് പറഞ്ഞിട്ട് എഴുതുക, ഇൻറ്റു A13 എഴുതുക. എന്നിട്ട് ഈ മൂന്നാമത്തെ എലമെന്റിന് നേരെ വരുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിൽ ബാക്കി വരുന്ന 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും, അതായത് A22, A31, A32 എന്ന് പറയുന്ന ഈ 4 എലമെന്റ്സ് ഇവിടെ ഒരു മാട്രിക്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ 3 സ്റ്റെപ്പ് വരുന്നത്. ഈ 3 സ്റ്റെപ്പുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് 4, അതായത് ഡിറ്റർമിനന്റ് കിട്ടും. നമ്മുടെ A എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടും. അപ്പോൾ ഇതിലെന്ന് പറയുമ്പം ഇത്രയാണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഇത്രയാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടി. ഓക്കെ, ഇതുപോലെ നമുക്ക് സെക്കൻഡ് റോയിൽ വെച്ചിട്ടും കാണാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് കോളത്തിന് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് ഡിറ്റർമിനന്റ് കാണാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ ചെയ്താലും ഇതിന്റെ ആൻസർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.